ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താനോട് ഇത് വളരെ കാര്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അവരൊക്കെ കണ്ട സമയത്ത് അദ്ദേഹത്തോടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഇതിനകത്ത് മൊത്തം ഇതൊന്നും അല്ല, അഴിമതിയാണെന്ന് പറഞ്ഞു. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാം. പക്ഷെ അവരാരും തുറന്നു പറഞ്ഞു ശത്രുത നേടാനായിട്ട് തയ്യാറല്ല. കോൺഗ്രസിലുള്ളവർക്ക് പലർക്കും അറിയാമെങ്കിൽ പോലും അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോൺഗ്രസ് പാർട്ടിയിൽ നടപടി വരും. എല്ലാവർക്കും അറിയാം എന്നുള്ള സംഭവം അതിനകത്ത്. അതുതന്നെയാണോ ശ്രീ ടി എൻ പ്രതാപന്റെ കാര്യത്തിലും സംഭവിച്ചത്? ഞാൻ ഇന്നാർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ എനിക്ക് അടുപ്പമുള്ള മന്ത്രിമാരോടും ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് തുറന്നു പറയുമ്പോൾ അവരെ ഞാൻ പ്രതിക്കൂട്ടിൽ കയറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിക്കും. ഞാൻ അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവരോട് ചോദിച്ചാൽ അവരിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് പറയും? ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പോലും പറഞ്ഞു ബിജു രമേശിനെ കണ്ടിട്ടില്ല എന്ന്. മുഖ്യമന്ത്രിയെ കണ്ടിരുന്നോ? ഒരിക്കൽ കൂടി ഒന്ന് ചോദിക്കുകയാണ് ഒരു ഉറപ്പിന്. മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പലരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അതെല്ലാം അവരുടെ ഫോട്ടോകളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പം മുഖ്യമന്ത്രി ഈ ചിലതൊന്നും കണ്ടില്ല എന്ന് പറയും, കണ്ടില്ല എന്ന് അടിക്കുന്നതായിട്ട് പറയുന്നു. എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞതിനോട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ ഇപ്പൊ കണ്ടവർ പലരും പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങൾ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ചു. ഇന്നും എന്റെ വീട്ടിലൊരു പാർട്ടി വന്നോ പറഞ്ഞു അന്ന് അവിടെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് നീ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ ചേട്ടനെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അവസ്ഥയുണ്ട്. അതില് എനിക്ക് ആനന്ദിനെ കള്ളം പറയണ ഞാനും അസോസിയേഷൻ ആൾക്കാരും കൂടെ പോയി അവർ പോയി കണ്ടു, സംസാരിച്ചു, ഇറങ്ങി പോന്നു. അതിനുശേഷം 2-3 മന്ത്രിമാരെ അവർ ബാക്കി കാണാൻ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വേറെ വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പോകുന്നു പറഞ്ഞു. ഞാൻ ഇറങ്ങി ബാക്കി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. കാര്യം എറണാകുളത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവര് എറണാകുളത്ത് എക്സൈസ് മന്ത്രിയെ കാണാൻ പോകുമ്പോൾ അവരാണ് കൂടുതൽ അദ്ദേഹമായിട്ട് അടുപ്പം ഉള്ളതുകൊണ്ട് പോയിട്ട് എനിക്ക് കുറച്ച് തിരക്കൊണ്ട് ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. എനിക്കെന്തൊരു വേറൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇന്ന് എന്തായാലും ഇപ്പോൾ 6-ാം തീയതി യോഗം വിളിച്ചിരിക്കുകയാണ്. താങ്കളോട് സംസാരിക്കുന്ന ബാർ ഉടമകളിൽ പലരും ഏത് തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്? താങ്കൾക്ക് പിന്തുണ അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ടോ? എനിക്ക് പിന്തുണ എന്നുള്ളതല്ല അതിനകത്തുള്ള വിഷയം. ഈ അസോസിയേഷനിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് അസോസിയേഷന്റെ പ്രശ്നമാണ് ഞാൻ ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശക്തമായ അസോസിയേഷൻ ഇതിനെ ടേക്കപ്പ് ചെയ്തതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇപ്പോഴില്ല. 6-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് അസോസിയേഷൻ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിട്ട് തന്നെ ആ തീരുമാനങ്ങൾ ഞങ്ങൾ പുറത്തുവിടും. അത് കാര്യങ്ങൾ 6-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ആ മീഡിയകളിൽ സംസാരിച്ചാൽ മതി എന്ന് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആക്ഷേപങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ 6-ാം തീയതി യോഗത്തിന് ശേഷം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന വിവരങ്ങൾ വിശദമായി എല്ലാ മീഡിയകളോടും അറിയിക്കുന്നതാണ്.